പാലക്കാട് വലിയൊരു UDF തരംഗമാണ് സംഭവിച്ചിരിക്കുന്നത്. UDFന്റെ എല്ലാ പ്രതീക്ഷകളും കാത്ത് വിജയം നേടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. 18,724 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചു കയറിയത്. BJP തകർന്നടിയുന്ന കാഴ്ചയാണ് പാലക്കാട് കണ്ടത്. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ E ശ്രീധരൻ നേടിയ വോട്ടുകൾ നേടാൻ സാധിച്ചില്ല. അതേസമയം UDF പാളയം വിട്ട് LDFിലേക്ക് ചേക്കേറിയ P സരിന് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്താണ് എത്തിനിന്നത്. നഗരസഭയിലെ BJP ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് എണ്ണിത്തീരുമ്പോൾ വെറും 400 വോട്ടുകളുടെ മാത്രം മേൽക്കൈയാണ് C കൃഷ്ണകുമാർ നേടിയത്. ഇതോടെ തന്നെ UDF സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചിരുന്നു. ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപും വലിയ പ്രതീക്ഷയാണ് രാഹുൽ പ്രകടിപ്പിച്ചത്. ഭൂരിപക്ഷം പറയുന്നില്ലെങ്കിലും വിജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നതാണ്. എന്നാൽ 10,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവായ VK ശ്രീകണ്ഠന്റെ പ്രതികരണം. ഈ കണക്കുകൾക്കും അപ്പുറത്തേക്കാണ് രാഹുലിന്റെ വിജയം. അതേസമയം BJP ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. നഗര വോട്ടർമാരുടെ പൾസറിയുന്ന പാലക്കാട് നഗരസഭയിൽ BJP ഭരണം പിടിച്ചെടുക്കുന്നതിന് ചുക്കാൻ പിടിച്ച C കൃഷ്ണകുമാറിന് പക്ഷേ മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഗരത്തിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ പോലും ലീഡ് നിലയിൽ ലഭിച്ചില്ല. രാഷ്ട്രീയത്തിനുപരിയായി E ശ്രീധരന് ലഭിച്ച വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലും P സരിനും ചേർന്ന് പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് വോട്ടെണ്ണലിൽ ദൃശ്യമായത്. ഇതിൽ ഭൂരിഭാഗം വോട്ടുകളും രാഹുൽ പിടിച്ചെടുക്കുകയായിരുന്നു. നഗരസഭയിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും C കൃഷ്ണകുമാറിന് ലീഡ് 1,500-ന് മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പോസ്റ്റൽ വോട്ടുകളും EVMിലെ ആദ്യ 2 റൗണ്ടുകളും പിന്നിട്ടപ്പോൾ നേടിയ 1,418 ആണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ ലീഡെന്ന് പറയുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവില്ല. പിരിയാരിയിലും കണ്ണാടിയിലും മാത്തൂരിലും മത്സരം LDFും UDFും തമ്മിലായിരുന്നു. പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലീഡ് നില 10,000 പിന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിച്ചു. ഷാഫി പറമ്പിലും E ശ്രീധരനും ഏറ്റുമുട്ടിയപ്പോൾ 6,238 വോട്ടുകളുടെ ലീഡ് അന്ന് BJPക്ക് പാലക്കാട് നഗരം സമ്മാനിച്ചിരുന്നു. 52 വാർഡുകളിൽ 28 BJP കൗൺസിലർമാരാണുള്ളത്. UDFന് 18-ഉം LDFന് 6-ഉം കൗൺസിലർമാരാണുള്ളത്. 2021-ൽ 6,000-ൽ അധികം വോട്ടിന്റെ ലീഡ് കിട്ടിയ BJPക്ക് മാസങ്ങൾ മുൻപ് കൃഷ്ണകുമാർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നഗരസഭയിൽ നിന്ന് ലഭിച്ചത് വെറും 497 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. E ശ്രീധരന് 34,143 വോട്ടുകൾ കിട്ടിയ നഗരമേഖലയിൽ കൃഷ്ണകുമാറിന് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് 29,355 വോട്ടുകൾ മാത്രമാണ്. നഗരമേഖലയിൽ 7,000 മുതൽ 8,000 വോട്ടുകളുടെ ലീഡ് ലഭിച്ചാൽ മാത്രമേ മണ്ഡലത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിയുകയുള്ളായിരുന്നു. എന്നാൽ ഇവിടെ വോട്ട് കുറഞ്ഞതോടെ അവരുടെ പ്രതീക്ഷകളും പാളിപ്പോവുകയായിരുന്നു. പല വിധത്തിലുള്ള വിവാദങ്ങളാണ് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വന്നത്. നേരത്തെ തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്ന് വ്യാപകമായി കോൺഗ്രസിൽ നിന്നുൾപ്പെടെ ആക്ഷേപമുയർന്നിരുന്നു. രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ P സരിൻ പാർട്ടി വിട്ടതും AK ഷാനിബ് സ്വതന്ത്രനായി മത്സരിച്ചതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ഷാഫിയുടെ പേരുണ്ടെന്ന് VD സതീശനും വ്യക്തമാക്കിയിരുന്നു. DCCക്ക് താൽപ്പര്യമുള്ളയാൾ K മുരളീധരനാണെന്നുള്ള കത്തും ഇതിനിടെ പുറത്തു വന്നിരുന്നു. പ്രചാരണത്തിലുടനീളം ഷാഫിക്കൊപ്പം തന്നെ നിലകൊണ്ട രാഹുൽ പാലക്കാട് BJP കോട്ട തകർത്തുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ഇത് ഷാഫിക്കുമുള്ള വിജയമായാണ് കണക്കാക്കുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയും രാഹുൽ ജയിക്കുമെന്നും പ്രഖ്യാപനത്തിന് ശേഷം കാണാമെന്നുമായിരുന്നു ഷാഫിയും പ്രതികരിച്ചത്. ഇവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം ഉയർന്നത്.